Hello all, this is our assignment problem, the second problem. Okay, so a Bell-Coleman refrigerator works between 4 bar and 1 bar pressure limits. After compression, the cooling water reduces the air temperature to 17 degrees Celsius. What is the lowest temperature produced by the ideal machine? Compare the coefficient of performance of this machine with that of ideal Carnot cycle machine working between the same pressure limits, the temperature at the beginning of compression being negative 13 degrees Celsius. ഇത്രയും കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പി വി ഡയഗ്രാം ടി എസ് ഡയഗ്രാം വരച്ചു. ബെൽ-കോൾമാൻ്റെ എല്ലാവർക്കും അറിയാം പി വി ഡയഗ്രാം ടി എസ് ഡയഗ്രാം ഇങ്ങനെയാണെന്ന് അല്ലേ. നമ്മൾക്ക് ഓരോ ഡേറ്റ നമ്മൾ അങ്ങനെയല്ല ചെയ്യാറ്, ഗിവൺ ഡേറ്റ മാർക്ക് ചെയ്യാം. സോ ഗിവൺ ഡേറ്റ given data മാർക്ക് ചെയ്യാൻ പോവാണേ. സോ given data എന്തൊക്കെയാ? A Bell-Coleman refrigerator works between 4 bar and 1 bar pressure limits എന്ന് പറയുമ്പോൾ ഏതായിരിക്കും 4 bar? ഹയർ ആയിട്ടുള്ള പ്രഷർ 4ഉം ലോവർ ആയിട്ടുള്ള പ്രഷർ 1 ബാറും. Okay, അപ്പോൾ 4 bar and 1 bar pressure limits. After compression, the cooling water reduces the air temperature to 17 degrees Celsius. അപ്പോൾ ഇവിടെ ഒന്നും കൂടി എഴുതാം നമ്മൾ P2 equal to P3 equal to 4 bar. ഇതിപ്പോൾ തന്നെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് എന്താ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു ഫോർമുല മാത്രം ഓർമ്മ വന്നാൽ പെട്ടെന്ന് നമ്മൾക്ക് എന്ത് അപ്ലൈ ചെയ്യണം എന്നൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ ഗിവൺ ഡേറ്റ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് എഴുതി വയ്ക്കാൻ നോക്കാം. ടു ഫൈൻഡും എന്താണെന്ന് എഴുതി വയ്ക്കാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ്റെ ഫുൾ ക്ലാരിറ്റി കിട്ടും. പിന്നെ ആഫ്റ്റർ കംപ്രഷൻ ദ കൂളിംഗ് വാട്ടർ റെഡ്യൂസസ് ദി എയർ ടെമ്പറേച്ചർ ടു 17 ഡിഗ്രീസ് സെൽഷ്യസ്. അപ്പോൾ നമ്മൾ ആദ്യം വീണ്ടും എന്തൊക്കെയാണ് പ്രോസസ്സ് എന്ന് നോക്കാം. ഇത് കംപ്രഷൻ ആൻഡ് ഇവിടെ എക്സ്പാൻഷൻ. ഓക്കെ, ഇവിടെ കൂളിംഗ് ആൻഡ് ഇവിടെ റെഫ്രിജറേഷൻ. ഇങ്ങനെയാണ് എഫക്റ്റുകൾ ഉള്ളത് അല്ലേ. സോ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആഫ്റ്റർ കംപ്രഷൻ ദ കൂളിംഗ്, കംപ്രഷൻ കഴിഞ്ഞു. അപ്പോൾ 1-2 പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം കൂളിംഗ് വാട്ടർ എവിടെയാണ് നടക്കുന്നത്? 2 to 3 കൂളിംഗ് നടക്കുന്നത്. കൂളിംഗ് വാട്ടർ റെഡ്യൂസസ് ദി എയർ ടെമ്പറേച്ചർ ടു 17 ഡിഗ്രി സെൽഷ്യസ്. നമുക്ക് ഇവിടെ നോക്കാം, ടെമ്പറേച്ചർ ഇവിടെയല്ല കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് കംപ്രഷൻ പ്രോസസ്സ്. അത് കഴിഞ്ഞ് കൂളിംഗ് വാട്ടർ റെഡ്യൂസസ് ദി എയർ ടെമ്പറേച്ചർ ടു 17 ഡിഗ്രി സെൽഷ്യസ്. സോ ഇതായിരിക്കണം അല്ലേ, ഈ T3 എന്ന് പറഞ്ഞിരിക്കുന്നതാണ് 17 ഡിഗ്രി സെൽഷ്യസ്. So T3 is equal to 17 degrees Celsius. That is equal to 17 plus 273. അപ്പോൾ അത് എത്രയാണെന്ന് നോക്കുമ്പോൾ 290 Kelvin. ഓക്കെ, അത് കഴിഞ്ഞു. സോ വാട്ട് ഈസ് ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദി ഐഡിയൽ മെഷീൻ? ഇതിനകത്ത് ഔട്ട് ഓഫ് നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ ഔട്ട് ഓഫ് T1, T2, T3 ആൻഡ് T4 വിച്ച് ഡു യു തിങ്ക് ഇസ് ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ? ഈ ഫിഗർ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും T4 ആണ് ലോവസ്റ്റ് ടെമ്പറേച്ചർ. സോ ടു ഫൈൻഡിനകത്ത് ലോവസ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ T4 ഇസ് ഈക്വൽ ടു എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് compare the coefficient of performance of this machine with that of an ideal Carnot cycle working between same pressure limits, temperature at the beginning of compression being 13 degrees Celsius. ഇനി നമ്മളപ്പോൾ ഈ ഡേറ്റ യൂട്ടിലൈസ് ചെയ്തു. ഇനി negative 13 degrees Celsius is the beginning temperature. So that is അത് given നകത്ത് തന്നെ എഴുതാം. T1 is equal to negative 13 degrees Celsius. That is equal to negative 13 plus 273. This is equal to എത്രയായിരിക്കും? 260 Kelvin. ഓക്കെ, 273 കറക്റ്റ് അല്ലേ? സോ 260 Kelvin അതാണ് നിങ്ങളുടെ T1. 260 Kelvin. Then this is equal to 290 Kelvin. ഓക്കെ, സോ ഇത്രയും ഡേറ്റയാണ്. ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കണം നിങ്ങൾ. ഞാൻ കാൽക്കുലേഷൻ ചെയ്തപ്പോൾ എനിക്ക് ഒരു ചെറിയ എറർ ഒരു ആൻസറിൽ മാത്രം വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, ഇനി നമ്മൾക്ക് ടു ഫൈൻഡിൽ എന്താ T4 ചോദിച്ചിട്ടുണ്ട്. T4 മാത്രമാണോ ചോദിച്ചിരിക്കുന്നത്? കമ്പയർ ദി കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ഓഫ് ദിസ് മെഷീൻ വിത്ത് ദാറ്റ് ഓഫ് ഐഡിയൽ കാർനോട്ട് സൈക്കിൾ വർക്കിംഗ് ബിറ്റ്വീൻ ദ സെയിം. അപ്പം കമ്പയർ ദ COP ഓഫ് Bell-Coleman. Bell-Coleman's COP കണ്ടുപിടിക്കണം. ഓക്കെ, ആൻഡ് ഓൾസോ എന്ത് കണ്ടുപിടിക്കണം? COP ഓഫ്
കാർനോട്ട് സൈക്കിൾ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് കുറേ സ്റ്റുഡൻസ് ഡൗട്ട് ചോദിച്ചു, മിസ് കാർനോട്ട് സൈക്കിളിന്റെ എഫിഷ്യൻസി എത്രയാണെന്ന്. ഒരു റെഫ്രിജറേറ്റർ വർക്ക് ചെയ്യുന്ന കാർനോട്ട് സൈക്കിൾ എന്ന് വെച്ചാൽ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ ആണ്. അതിന്റെ പ്രോബ്ലംസ് നമ്മൾ കഴിഞ്ഞ വട്ടം ചെയ്തത് ഓർമ്മയില്ലേ? നമ്മൾ ഫസ്റ്റ് ക്ലാസ്സസിൽ ചെയ്തതൊക്കെ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ വെച്ചിട്ടുള്ളതാണ്. സോ ഇത് രണ്ടുമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത്രയും 3 കാര്യങ്ങളാണ്. 1, 2, 3 ഇതിന്റെ 3ന്റെയും ആൻസേഴ്സ് ആണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. സോ ഫസ്റ്റ് ലെറ്റ്സ് തിങ്ക് ഓഫ് T4. ഓക്കെ, അപ്പൊ T4നെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എങ്ങനെയായിരിക്കും T4 കണ്ടുപിടിക്കുക? ലോവസ്റ്റ് ടെമ്പറേച്ചർ T4 നമ്മൾക്ക് അറിയാവുന്ന ഫോർമുലയിൽ ഇട്ട് കൊടുക്കാം അല്ലെ? വി നോ. സോ വി ആർ ഗോയിങ് ഇൻ ടു ദി സൊല്യൂഷൻ. സോ ടു ഫൈൻഡ് T4, we know T3 over T4 is equal to P3 over P4 whole to the power of gamma minus 1 by gamma. Okay, so ഇതിനകത്ത് പ്ലഗേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, so you know your T3 is equal to എന്താണ് T3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is 290 over T4 is equal to, what is your P3 and P4? So your P3 is 4 and this is 1, and then you have the 1.4 minus 1 over 1.4. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ you get your T4 is equal to 195.155 Kelvin. ഓക്കെ, അപ്പൊ നമ്മൾക്ക് നോക്കാം നമ്മളുടെ ആൻസർ ഇവിടെ കറക്റ്റ് ആണ്. ഇവിടെ എന്താ ആൻസർ കൊടുത്തിരിക്കുന്നത്? ഇറ്റ് ഇസ് -78 ഡിഗ്രി സെൽഷ്യസ്. സോ വി നോ എങ്ങനെയാ ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനാക്കി മാറ്റാം. സോ ഇപ്പോൾ നമ്മളുടെ എക്സ് ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ +273 ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഈ 195.155 കിട്ടുന്നത്. സോ യുവർ എക്സ് ഡിഗ്രി സെൽഷ്യസ് ഇസ് ഗോയിങ് ടു ബി 195.155 minus 273, and this would be ഈ പറഞ്ഞ ആൻസർ കിട്ടും, -78.345 കെൽവിൻ എന്നുള്ളൊരു ആൻസർ കിട്ടും. അങ്ങനെ നമ്മൾക്ക് ആ ആൻസർ കിട്ടി. ഓക്കെ, നൗ വി മൂവ് ഓൺ ടു ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് ബെൽ കോൾമാൻ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ. സോ ദ സെക്കൻഡ് പാർട്ട് ഇസ് COP യൂസിങ് ബെൽ കോൾമാൻ. അപ്പൊ എന്താ ബെൽ കോൾമാൻ യൂസ് ചെയ്തിട്ടുള്ള COP വെൻ ഇറ്റ് ഇസ് ഐസെൻട്രോപിക് നിങ്ങൾ എന്താ പഠിച്ചിരിക്കണേ? T3 by T3 minus T4 എന്നാണ് പഠിച്ചിട്ടുള്ളത് അല്ലെ? സോ വാട്ട് ഇസ് യുവർ T3 എന്ന് പറയുന്നത് എത്രയാണ്? സോ യുവർ T3 എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? 17 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ? T3 നമ്മൾക്ക് എത്ര കിട്ടിയത്? യെസ്, ഇറ്റ് ഇസ് 17 plus 273. ജസ്റ്റ് എ മിനിറ്റ്, 17 plus 273ലാണോ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയത്? അല്ലല്ലോ, അത് കറക്റ്റ് വാല്യൂ അല്ലേ? സോ 17 plus 273 is 290. So this is 290 divided by 290 minus your T4 is എത്രയാണ് നമ്മൾ പഠിച്ചത്? ഇപ്പൊ തന്നെ വാല്യൂ കിട്ടിയത് കെൽവിനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇറ്റ് ഈസ് 195.155. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ എനിക്ക് വാല്യൂ കിട്ടിയത് 3.02 എന്നാണ്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം ഇതിനകത്ത് എന്തെങ്കിലും ടെമ്പറേച്ചർ തെറ്റിയിട്ടുണ്ടോ എന്ന്. ബിക്കോസ് ഇവിടെ ആൻസർ കാണുന്നത് 2.07. ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ മിസ്റ്റേക്ക് ചെയ്തതെന്ന് പറഞ്ഞുതരാം. നൗ തേർഡ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ COP ഓഫ് ബെൽ കോൾമാൻ കഴിഞ്ഞു, കാർനോട്ട്, റിവേഴ്സ്ഡ് കാർനോട്ട്. അപ്പൊ റിവേഴ്സ് ഇതിലാണ് നിങ്ങൾക്ക് പലർക്കും ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവുക അല്ലെ? റിവേഴ്സ്ഡ് കാർനോട്ടിനകത്ത് ദ COP ഇസ് എങ്ങനെയാ കണ്ടുപിടിക്കുക? COP T1 over T2 minus T1. ഓക്കെ, വാട്ട് ഇസ് T1 ആൻഡ് T2? ഒരു കാർനോട്ട് സൈക്കിളിന്റെ എഫിഷ്യൻസി ഇങ്ങനെയാണ്. ഓക്കെ, പ്രോസസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. 2 ടെമ്പറേച്ചേഴ്സ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. സോ one is the higher temperature T2 and the other is lower temperature T1, and your COP is given by T1 over T2 minus T1. ഇത്രയേ ഉള്ളൂ. ഓക്കെ, സോ T1 over T2 minus T1, where T1 is lower temperature, അതിനകത്ത് 2 ടെമ്പറേച്ചറേ ഉള്ളൂ. ഓക്കെ, T2 is higher temperature. അപ്പൊ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അപ്പൊ എന്താണ് ഇതിനകത്ത് ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചറും ഏറ്റവും ഹയസ്റ്റ് ടെമ്പറേച്ചറും എത്രയാന്ന് നോക്കണം. ഓക്കെ, സോ T1 ലോവസ്റ്റ് ടെമ്പറേച്ചർ എത്ര? ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ. സോ ലോവസ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ വി ആർ ഷുവർ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി T4 അല്ലെ? സോ ഇവിടെ നമ്മൾ T4 ആയിരിക്കും പ്ലഗ് ഇൻ ചെയ്യേണ്ടത്. T2 ഹയസ്റ്റ് ടെമ്പറേച്ചറിൽ ഏതായിരിക്കും ശരിക്കും വരിക? T2 തന്നെയാണ് വരിക അല്ലെ? ഈ ഫിഗറിലത്തെ T2 തന്നെയാണ് വരിക, T2. പക്ഷെ T2 നമുക്ക് അറിയോ? T2ന്റെ വാല്യൂ അറിയോ? T2ന്റെ വാല്യൂ നമ്മൾക്ക് അറിയില്ല. അപ്പൊ അത് നമ്മൾ കണ്ടുപിടിക്കണം. സോ T2നെ കണ്ടുപിടിക്കാൻ എന്താ?
ഇത് നമ്മൾക്ക് അറിയാം, ഇത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, സോ അഗൈൻ T2 over T1 is equal to P2 over P1 whole to the power of gamma minus 1 by gamma വെച്ചിട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, ഐസെൻട്രോപിക് പ്രോസസ്സിലത്തെ T2 എന്താന്ന് നമ്മൾ മുന്നേ കണ്ടുപിടിച്ചു വെക്കണം. സോ T2 എന്തായിരിക്കും? T2 over T1 എന്ന് പറയുന്നത് എന്തായിരിക്കും? T1 എന്ന് പറയുന്നത് 260 ആണ്. 260 is equal to 4 over 1 whole to the power of 1.4 minus 1 by 1.4. അങ്ങനെ ചെയ്യുമ്പോൾ you get your T2 is equal to 386.358 Kelvin. ഓക്കെ, ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ substitute into your equation. COP reversed Carnot is equal to T1 over T2 minus T1. So that becomes, what is your T1? T1 in the സ്ഥാനത്ത് എന്താ? T4 over T2 minus T4. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ you get 195.15. മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് T1 പകരം T4 എടുത്തതെന്ന്? കാരണം കാർനോട്ട് സൈക്കിളിന്റെ പ്രകാരം 2 ടെമ്പറേച്ചേഴ്സ് ഉള്ളൂ. പക്ഷെ നമ്മൾ ചെയ്തത് ബെൽകോൾമാന്റെ റെഫ്രിജറേഷൻ സിസ്റ്റം, അതിനകത്ത് 4 ടെമ്പറേച്ചേഴ്സ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് ഈ 2 ടെമ്പറേച്ചർ എങ്ങനെ കണ്ടുപിടിക്കുക? ഈ 4 ഏറ്റവും വലുത് ഏതാണോ അത് ഹയർ ടെമ്പറേച്ചർ T2 ആയിട്ട് എടുക്കുക, ഏറ്റവും ചെറുത് ഏതാണോ അത് ലോവസ്റ്റ് ടെമ്പറേച്ചർ T1 ആയിട്ട് എടുക്കാം. അങ്ങനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് T1 എന്ന് പറയുന്ന ചെറിയ ടെമ്പറേച്ചർ എന്നാണ് T4 ആയതും T2 എന്ന് പറയുന്ന ഹയർ ടെമ്പറേച്ചർ എന്നാണ് T2 തന്നെ ആവുന്നതും. ഓക്കെ, സോ ഇത് ചെയ്യുമ്പോൾ you get 195.15. ഇത്രയും ചെയ്യുമ്പോൾ what you get is 1.02. നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഇവിടെയുള്ള ആൻസർ. അപ്പം ഞാൻ പറഞ്ഞതിൽ എനിക്ക് ആ ഒരു സെക്കൻഡ് പാർട്ട് മാത്രമേ ഒരു കൺഫ്യൂഷൻ ഉള്ളൂ. എനിക്കൊരു എന്താ, നിങ്ങളൊന്ന് ചെയ്യുമ്പോൾ ട്രൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ എന്നോട് പറയാം. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ യു ഡു ദിസ് പ്രോബ്ലം. ഓക്കെ, യെസ്.